എന്നാ പറഞ്ഞേ? ഇനി 3 ദിവസം കൊണ്ടോ? മറ്റന്നാൾ കല്യാണം ഉള്ളതോ? നിങ്ങൾ എന്തുവാന്ന് വെച്ചാ കാണിക്ക. എത്ര തവണ ഞാൻ പറഞ്ഞ് പൈസയും തന്നാ എന്തേലും കാണിക്കും. എടി എന്നാ 3 ദിവസം കൊണ്ട് നമുക്ക് മന്തി കഴിക്കാൻ പാ, കപ്പ ബിരിയാണി കഴിക്കാൻ പാ, പുതിയ ചായ സ്പോട്ട് വന്നിട്ടുണ്ടാവും. നീ തീറ്റാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നോ? പൂക്കി സാറിന്റെ ഇത് പൈസ മേടിച്ച ഓർമ്മയുണ്ടോ? അവന്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കല്യാണത്തിന് നമ്മൾ സെറ്റ് ആക്കാന്ന് പറഞ്ഞ്. എനിക്ക് ഡിസൈനിങ് മാത്രമേ അറിയത്തുള്ളൂ, സ്റ്റിച്ചിങ് അറിയത്തില്ല. ഞാൻ വേറൊരു കമ്പനിക്കാർക്ക് കൊടുത്തു, അവരെന്നെ തേച്ചു. അപ്പൊ നീ പറ്റിച്ച് പൈസ വേണ്ടായിരുന്നു, നിന്റെ തീറ്റി പോയിട്ടുണ്ടായി. അങ്ങനെ പറയാതെ നമുക്ക് പഠിക്കാൻ പോവാതെ. എവിടെ ഇനിയിപ്പോ ഈ സമയത്ത് എവിടെ പോയി പഠിക്കാൻ പറ്റും? 3 മാസം കഴിയുമ്പോ സുജിത് സാറിന്റെ കല്യാണമാണ്. ആ 3 മാസം സമയമില്ലേ, നമുക്ക് കമ്പ്യൂട്ടർ പാർക്കിൽ കമ്പ്യൂട്ടർ പാർക്കിൽ പോയാൽ ഇന്നേരം പഠിപ്പിച്ചെടുക്കുമോ? അവർക്ക് 3 മാസത്തെ സ്റ്റിച്ചിങ് കോഴ്സ് ഒക്കെ ഉണ്ട്. അവര് നമ്മളെ പഠിപ്പിക്കും. മെഷീൻ പോലും ചവിട്ടാൻ അറിയത്തില്ലാത്ത നമ്മളെ ഇത് പഠിപ്പിക്കുവോ? മെഷീൻ പഠിപ്പിക്കും, മെഷീൻ കേടായ എന്നാ പറ്റിയെന്ന് പഠിപ്പിക്കും, പുതിയ ഡ്രസ്സ് എങ്ങനെയാ തയ്പ്പിക്കട്ടെ എന്ന് പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. നമുക്ക് പഠിപ്പിച്ചാൽ മതിയായിരുന്നു. അയ്യോ, ഇനി അതിലും വലിയ പ്രശ്നം. പഠിക്കാൻ പോവാന്ന് പറയുമ്പോൾ അവന്മാർ പറയും ലീവില്ല, നമ്മുടെ കമ്പനി ലീവില്ല, കമ്പനിയോട് ഡെഡിക്കേഷൻ വേണമെന്ന് പറയും. ഇപ്പൊ നമ്മൾ എന്നാ ചെയ്യും? ലീവ് എടുത്ത് പോകണ്ട, നമുക്ക് ഈവനിങ് ബാച്ച് പോകാം. ഇനി ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിരിച്ചാണെങ്കിൽ സാറ് വീഴുമായിരിക്കും. പൂക്കി സാറിന് എന്നാ ചെയ്യുന്നത്? നാളെ കല്യാണമാ, തട്ടിക്കൊണ്ടുപോവാം. എന്നാ 3 ദിവസത്തേന് സാറിനെ തട്ടിക്കൊണ്ടുപോവാം. 3 ദിവസം കഴിയുമ്പോ കല്യാണം നടന്ന നീ ഞുറുക്ക് തിന്നു, മുന്നേ ഐഡിയ കിട്ടും. തിന്നു പോറ്റണ്ടേ?